നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആയില്യമാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ വന്നു. നമ്മുടെ നെട്ടയം വീടിന് തൊട്ട് താഴെയുള്ള പിടയന്നൂർ ദേവീക്ഷേത്രം. ശരിക്കും പറഞ്ഞാൽ കലണ്ടറിൽ നാളെയാണ് ആയില്യം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ഏതോ ഒരു അമ്പലത്തിൻ്റെ ബോർഡിൽ കണ്ടു 1-ാം തീയതിയാണ് ആയില്യം ഒന്ന് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. എനിക്ക് രാവിലെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ 10 മണിയായി. 10 മണിയായപ്പോഴേക്കും അമ്പലം നട അടച്ചു. നട അടച്ച ശേഷമാണ് ആയില്യ പൂജ നടക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആയില്യത്തിനെല്ലാം കൊടുത്തിട്ട് പ്രസാദമെല്ലാം വാങ്ങി. പൂജ കഴിയുന്നവരെ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. എനിക്ക് വേറെ 1-2 കാര്യങ്ങളുണ്ട്. നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നിന്നാൽ അവിടെ എത്താനായിട്ട് വൈകും. അപ്പോൾ എന്തായാലും പൂജ നടക്കട്ടെ. പൂജയ്ക്ക് കൊടുത്ത് അവിടെ പുറത്ത് നിന്ന് ദേവിയും തൊഴുത് ഭഗവാനെയൊക്കെ തൊഴുത് സർപ്പദൈവങ്ങളെയൊക്കെ തൊഴുതിട്ട് ഇങ്ങ് വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് ആയില്യത്തിന് മുടങ്ങാതെ ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ അന്ധവിശ്വാസങ്ങളിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു മുടങ്ങാതെ ആയില്യത്തിന് നിങ്ങളുടെ 3 പേരുടെ പേരിനും കൊടുക്കാമെന്ന്. അപ്പോൾ അതെന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ആയില്യത്തിനിപ്പം മുടങ്ങാതെ പോകുന്നുണ്ട്. ഇനി ഏറ്റവും വലിയൊരു കടം, എനിക്ക് ഗുരുവായൂർ ഇതുവരെയും പോകാൻ പറ്റിയില്ല. ഞാനിപ്പോൾ പോകാൻ നിന്നപ്പോൾ ഇപ്പോൾ അവിടെ ഉത്സവമാണ്. ഉത്സവത്തിന് പോയാൽ കണ്ണനെ ഒരു ശകലം പോലും നമുക്ക് നേരെ ഒന്ന് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടങ്ങ് മടിച്ചു. ഇനി അടുത്ത മാസം ഒന്നും ചീമയുടെ ഡെലിവറിയൊക്കെ ആയാൽ നമുക്ക് പിന്നെ നൂലിട്ട് കഴിയുന്നവരെ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അടുത്ത മാസം പോക്ക് നടക്കില്ല കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശാസ്തമംഗലത്തുള്ള ലേഖ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വന്നതാട്ടോ. ഇവിടെ ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ ചൂട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. സമ്മറെന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. ആ സമ്മർ സീസൺ എത്തുമ്പോഴേ പേടിയാട്ടോ. ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം, വസ്ത്രയിൽ 2 ദിവസം കൊണ്ട് വളരെ കുറച്ചേ സ്റ്റോക്ക് എടുത്തെങ്കിൽ എനിക്ക് തറയിൽ നിൽക്കാനുള്ള നേരം ഉണ്ടായില്ല. സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ടയേർഡാട്ടോ. ഉറക്കം ശരിയാവുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല. അപ്പോഴാണ് ശാസ്തമംഗലത്തുള്ള ലേഖ ആയുർവേദ ഹോസ്പിറ്റലിൽ ഇവിടെ ഒരു സമ്മർ കൂളിംഗ് പാക്കേജ് ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ഞാനവരെ കോൺടാക്ട് ചെയ്തു. അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്തിട്ട് ഞാനത് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡോക്ടർ ഒന്ന് കൺസൾട്ട് ചെയ്ത ശേഷം നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഞാൻ എൻ്റെ സെൻസ് എല്ലാം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സമ്മർ റിജുവിനേഷൻ പോലെ ഒരു സമ്മർ കൂളിംഗ് പാക്കേജ് എടുക്കാം. അതിൽ ഫേസിനായിട്ട് ഒരു ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോഡിക്ക് ഫുള്ളൊരു സ്ക്രബ് പോലത്തെ ഒരു മസാജ് വരുന്നുണ്ട്. പിന്നെ തലയ്ക്കായിട്ട് തക്രധാര വരുന്നുണ്ട്. പിന്നെ ഐക്കായിട്ട് ഐയുടെ സ്ട്രെയിനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഒരു ഐ വാഷ്, ആശോധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ വാഷ്, ത്രിബില കൊണ്ടുള്ള ഒരു ഐ വാഷ് വരുന്നുണ്ട്. തലയ്ക്ക് വരുന്നത് തൈരോ എന്തോ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കഷായം സംഭവമൊക്കെ വെച്ചിട്ട് അവർ തലേ ദിവസം എന്തോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സാധനമാണ് ഈ തക്രധാര എന്ന് പറയുന്നത്. ഫേസിൽ നവര കൊണ്ടുള്ള ഫേഷ്യലും ഒക്കെയാണ് ചെയ്യുന്നത്. സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ചെയ്യും. പിന്നെ ബോഡിക്കൊരു പാക്കേജും തരുന്നുണ്ട്. ഒരു പാക്ക് പൗഡർ, ബോഡി പൗഡർ എല്ലാം വെച്ചിട്ട് ഒരു പാക്കിട്ട് മസാജിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം 1 വർഷം മുന്നേ ഞാൻ ഒരു കർക്കിടക ചികിത്സ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇതെടുക്കാവോ എന്നും അറിയത്തില്ല. അതൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. പിന്നെ ഈ യൂറിനറി ഇൻഫെക്ഷൻ വന്നപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ബാക്ക് പെയിൻ്റെ കാര്യം എല്ലാം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഡോക്ടർ അതെല്ലാം കേട്ടു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ ഫേസിൽ. ഇപ്പോൾ ചിലർക്ക് ഈ മഞ്ഞൾ, കസ്തൂരി മഞ്ഞളൊക്കെ ഇടുമ്പോൾ അലർജി ഉണ്ടാവും. പാല് ചിലർക്ക് അലർജി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. കാരണം അതനുസരിച്ച് നമുക്ക് പാക്കേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. എൻ്റെ സ്കിന്നെല്ലാം നോർമൽ സ്കിന്നാണ്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നാണ്. ഈ സ്ക്രബൊക്കെ അധികം എൻ്റെ മുഖത്തും ദേഹത്തൊക്കെ പിടിക്കുമ്പോൾ അവിടെ എല്ലാം തടിച്ച് ചുമന്നൊക്കെ വരാറുണ്ട്. അല്ലാതെ വേറൊരു അലർജി ആയിട്ട് എനിക്ക് വേറൊരു പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത് സമ്മർ കൂളിംഗ് പാക്കേജ് എന്ന് പറയുന്നത് അങ്ങ് തടവി തിരുമി എടുക്കൽ ആ പരിപാടിയല്ല. ജസ്റ്റ് നമ്മുടെ ഫേസിനും ബോഡിക്കും ഹെഡിനും ഒക്കെ ഉള്ള ഒരു കൂളിങ് ഫുൾ ബോഡിക്കും നമ്മുടെ മൊത്തത്തിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ സമ്മർ കൂളിംഗ് പാക്കേജ് എന്ന് പറയുന്നത്. കാരണം ഈ ചൂടത്തെ ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ പുറമേ നമ്മളങ്ങനെ നടക്കുമെങ്കിൽ നമ്മളെ ഉള്ളിൽ ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഇപ്പോൾ ഞാൻ വസ്ത്രയുടെ കാര്യമെന്ന് പറയാം. ഇപ്പോൾ വസ്ത്രം ഇല്ലെങ്കിലും നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ചൂട് സഹിക്കാൻ പറ്റാതെ തന്നെ നമ്മൾ ചത്തുപോകും കേട്ടോ. ഞാൻ ആ ഒരു അവസ്ഥയിലാണ്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവരുടെ ഒരു ഇത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ തന്നെ ഏറ്റവും അട്രാക്ട് ചെയ്ത കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളെവിടെ പോയാലും സാധാരണ നമുക്ക് ചെയ്യുന്ന ആളായിരിക്കും കൂടെ നിന്ന് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഡോക്ടർ കൂടെ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, അതായത് അവരുടെ കണ്ണും കയ്യും കാലും ഒക്കെ എല്ലായിടത്തും എത്തുന്നുണ്ട്. അല്ലാതെ വെറുതെ ഡോക്ടർ ചമങ്ങിയിരിക്കുകയല്ല, അവർ കൂടെ വന്ന് നിന്ന് ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഡോക്ടറെ കയ്യും എത്തുന്നുണ്ട്. മസാജിങ്ങും കാര്യങ്ങളൊക്കെ ഡോക്ടറും ചെയ്യുന്നുണ്ട്. ഡോക്ടർ വന്ന് നമ്മുടെ സ്കിന്നൊക്കെ അവർ ഓയിൽ മസാജൊക്കെ ഇടുമ്പോൾ വന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് പിടിച്ച് നോക്കുന്നുണ്ട്. ഏത് ടൈപ്പ് സ്കിന്നാണ്, നമ്മുടെ സ്കിന്നിന് ചേരുന്ന മസാജിങ് പൗഡർ
ഏതാണ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് അവർ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. സത്യം പറയാമല്ലോ, ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എൻ്റെ ഉള്ളിങ്ങനെ തണുത്ത് കുളിർമയേകി. ഞാനിത് എന്തുകൊണ്ട് ഞാനിതിപ്പോഴാട്ടോ അറിയുന്നത്. നേരത്തെ അറിഞ്ഞില്ല എന്നുള്ളൊരു വിഷമവും സംശയവും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ തള്ളി വിടുന്നതല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാണ്. നിങ്ങൾ ഇതുപോലെ ചൂടോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ചൂട് പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെയൊക്കെ ബോഡിയിൽ ചൂട് സഹിക്കാൻ പറ്റാത്ത ചിലരുണ്ടാവും. എൻ്റെ അമ്മയൊക്കെ അതുപോലെ കേട്ടോ. ഒട്ടും ചൂട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ആളാണ് അമ്മയൊക്കെ വന്നാൽ പൊളിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും എടുക്കേണ്ട ഒരു തന്നെയാണ് ഈ ഒരു സമ്മർ കൂളിംഗ് പാക്കേജ്. സത്യമായിട്ടും പറയുകയാണ്. കാരണം അതൊന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തന്നെ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു ഫേഷ്യൽ ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞപ്പോൾ എൻ്റെ ഫേസിലുണ്ടായ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടല്ലോ. നമ്മൾ പാർലറിലൊക്കെ പോയി ഒരു ഫേഷ്യൽ ചെയ്യുന്നത് നമ്മുടെ ഫുൾ ബോഡിക്കാണ് ആ ഒരു ഫേഷ്യൽ മസാജിങ് കിട്ടുന്നത്. ആ ഒരു ഗ്ലോ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് അവർ ഫുൾ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ നാച്ചുറൽ പൗഡേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യുന്ന ഫേഷ്യലിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. നല്ലൊരു ഗ്ലോ. ഈ വീഡിയോ ഞാൻ ഇതെല്ലാം കഴുകി കളഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസിന് എത്രത്തോളം ഗ്ലോ കിട്ടി, ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ കിട്ടി എന്നുള്ളത്. വെറുതെ നമ്മൾ പാർലറിൽ പോയി ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തേച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് തന്നെ പണി കിട്ടും. പക്ഷേ ഇതുപോലുള്ള നാച്ചുറലായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഫേഷ്യലൊക്കെ ചെയ്താൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. ഞാനിതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ഇത് മാസത്തിലൊരിക്കൽ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. കാരണം വലിയ തടവലും പിടിക്കലും ഒന്നുമില്ല. ഇത് നമ്മുടെ ബോഡിക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടത് ഒരു മാസത്തിലൊരിക്കൽ വന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോഡിക്കും സ്കിന്നിനും ഒക്കെ അത് നല്ലത് മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ അതിൽ ദോഷമായിട്ട് വരാനുള്ള ഒന്നുമില്ല കേട്ടോ. ആദ്യം ഫേസിൽ ഇതുപോലുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ട് നവര ഫേഷ്യലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു മാസ്ക് ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മുടെ ബോഡി ഫുള്ളൊരു പൗഡർ എന്തൊക്കെയോ കുറേ ആയുർവേദ പൗഡറുകളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സ്ക്രബ് പോലെ ആക്കി നന്നായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് തരുന്നുണ്ട്. എന്നിട്ട് നല്ല ചൂട് വെള്ളത്തിൽ അവർ തന്നെ നമ്മളെ കുളിപ്പിച്ചെടുക്കും കേട്ടോ. എന്തൊരു സുഖമായിരുന്നു. എന്നിട്ട് നമ്മുടെ ഡ്രസ്സെല്ലാം ഇട്ട ശേഷമാണ് ഈ തക്രധാര എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ചെയ്യുന്നത്. അതെന്തോ തൈരൊക്കെ വെച്ചിട്ട് കുറേ മെഡിക്കേറ്റഡ് സാധനങ്ങളൊക്കെ വെച്ച് എന്തോ കഷായം പോലെ തലേ ദിവസമേ ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് ഒഴിച്ചപ്പോൾ ഉള്ളൊരു റിലാക്സേഷൻ സത്യസന്ധമായിട്ട് പറയണം. എന്നോട് ഡോക്ടർ പറഞ്ഞു, നന്നായിട്ട് നിങ്ങൾ എല്ലാ സ്ട്രെസ്സും കളഞ്ഞിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരിക്കണം, എങ്കിൽ മാത്രമേ ഇത് ചെയ്യുന്നതുകൊണ്ട് ഉപയോഗമുള്ളൂ. ചിലപ്പോൾ ഉറക്കമൊക്കെ വരും, എങ്കിൽ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. സത്യമായിട്ട് കേട്ടോ, ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഡോക്ടർ വന്നിങ്ങനെ തട്ടിയപ്പോഴാണ് എഴുന്നേറ്റത്. എന്നിട്ട് ഒരു ഐ വാഷൂടെ കഴിഞ്ഞു. അത് ഈ ത്രിപല വെച്ചിട്ടുള്ള കഷായമൊക്കെ വെച്ചിട്ടാണ് ഐ വാഷ് ചെയ്തത്. അശ്ചോദനം എന്ന് എന്താണ് അതിൻ്റെ പേര് കേട്ടോ. അത് കണ്ണിന് ഏറ്റവും നല്ലതാണ്, സ്ട്രെയിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഷോട്ട് എനിക്ക് കിട്ടിയില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി. കുളി അത്രയേ ഉള്ളൂ കേട്ടോ. അവർ തന്നെ എന്നിട്ട് ഹെയർ എല്ലാം നല്ലതുപോലെ വാഷ് ചെയ്ത് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു ചുക്ക് കാപ്പിയും കൂടെ തന്നു. ആ ചുക്ക് കാപ്പി കുടിച്ചപ്പോൾ സുഖം അടിപൊളിയാണ്. എൻ്റെ ഫേസിൻ്റെ ഗ്ലോ നോക്കി, ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ സത്യം പറഞ്ഞാൽ ഫേസിന് കിട്ടിയിട്ടുണ്ട്. എന്നോട് ഡോക്ടർ നന്നായിട്ട് വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ റെസ്റ്റ് എടുക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. വേറേക്ക് വൈകുന്നേരം ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷനാക്കിയിട്ട് എനിക്കൊരു ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ഞാനിന്ന് സൺഡേ ആണ്, ചായക്കടകളെല്ലാം അവധിയാണ്. ഒരു കടയിൽ കയറി ഇങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പോൾ ചൂടോടെ ഉഴുന്ന വട, നല്ല വലിയ ഉഴുന്ന വട ഉണ്ടാക്കിക്കൊണ്ടു ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞു, നീ ഉഴുന്ന വട ഇന്ന് കഴിക്കണ്ടെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ കഴിച്ചില്ല കേട്ടോ. നോക്കി എൻ്റെ ഫേസിൻ്റെ ഒരു ഗ്ലോ, ഫേസിന് മാത്രമല്ല ബോഡിക്കൊക്കെ ഒരു പ്രത്യേക ഫീൽ കേട്ടോ. സത്യമായിട്ട് ഞാൻ തമാശയോ തള്ളി വിടുന്നതോ ഒന്നുമല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് പറയുക ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് ഒരു ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന കാര്യമാണ്. എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാവേ. ട്രിവാൻഡ്രം സിറ്റി ഫുൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇതേ ഒരുങ്ങിക്കഴിഞ്ഞു. ആരൊക്കെ ഇനി ആറ്റുകാൽ പൊങ്കാലിടാൻ വരുന്നത്? ഒരു മാസം മുന്നേ ഇതേ കല്ലുകളെല്ലാം അടുക്കി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവരുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് മരുതൻകുഴിയുടെ കാര്യമാണ്. ആറ്റുകാൽ എന്നൊരു 5 കിലോമീറ്ററെങ്കിലും മാറിയിട്ടാണ് മരുതൻകുഴി. അവിടെ എല്ലാം കട്ടകളെല്ലാം വെച്ച് ബ്ലോക്ക് ചെയ്തേക്കാണ്. ഇപ്രാവശ്യം ഞാൻ പൊങ്കാല ഇടുന്നില്ല. ചീമ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ പൊങ്കാല ആരും ഇടുന്നില്ല. കാരണം എപ്പോഴാണ് അവർക്കൊരു എമർജൻസി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത വർഷം വാവയൊക്കെ വന്ന ശേഷം പൊങ്കാല ഇടാമെന്ന് കരുതി. എനിക്ക് ഈ വർഷത്തെ പൊങ്കാല ഇടാൻ പറ്റില്ല. പക്ഷെ അന്നദാനം കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു.
ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അമ്മയും കൂടി സഹായിക്കാം, അമ്മയ്ക്കും ചീമ എങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ ചേരണമെന്ന് പറഞ്ഞിട്ട് അമ്മയും ഞാനും കൂടി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അപ്പോഴേക്കും ഫുഡൊക്കെ കൊടുക്കുന്നവർക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസ് കണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലങ്ങ് മടിച്ച കേട്ടോ. അമ്മയ്ക്ക് മറ്റേ പിക്കിളിൻ്റെ ലൈസൻസ് ഉണ്ട്, പക്ഷെ അല്ലാതെ ഇതിൻ്റെ ഒന്നും വേറെ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ലൈസൻസ് എടുക്കണമെന്നൊക്കെ ഇങ്ങനെ ലൈസൻസ് ഉള്ളവർക്കേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ട് പിന്നെ നമ്മൾ ആ പരിപാടിക്ക് അങ്ങ് മാറ്റി വെച്ചു. എന്തായാലും അടുത്ത വർഷം പൊങ്കാല ഇടണം. ഇപ്രാവശ്യം ചീമ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇടാത്തത്. ഇപ്രാവശ്യം എനിക്ക് ആറ്റുകാൽ അമ്പലത്തിലും ഉത്സവം തുടങ്ങിയ ശേഷം പോകാൻ പറ്റിയിട്ടില്ല. അതിന് മുന്നേ ഞാനൊരു ദിവസം പോയി, പക്ഷേ പൊങ്കാല ഉത്സവം തുടങ്ങിയിട്ട് പോകാൻ പറ്റിയില്ല. ഇന്നലെ ഇന്നൊക്കെ പോകാൻ സാറ്റർഡേ സൺഡേ ആയിരുന്നു. ഇനി നാളെ മറ്റന്നാൾ പൊങ്കാലയ്ക്കുള്ള ഭയങ്കര തിരക്കായിരിക്കും, പോകാൻ പറ്റില്ല. പിന്നെ ആറ്റുകാലമ്മ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് എപ്പോൾ വേണേലും പോയി കാണാമല്ലോ. ആറ്റുകാലമ്മ, പത്മനാഭ സ്വാമി ക്ഷേത്രം, ഇതൊക്കെ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. എന്നിട്ടല്ലേ നമ്മൾ എവിടെയെല്ലാം പോകുന്നു, നമ്മുടെ ഫ്രണ്ട് കിടക്കുന്ന അമ്പലങ്ങളിൽ പോകാനാണ് നമുക്ക് പാടല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ടാവും. സത്യം കേട്ടോ, ട്രിവാൻഡ്രംകാരുടെ ഒരു വൈബാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ആ ഒരു സമയമാകുമ്പോൾ ഇവിടെയൊക്കെ ഫുൾ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേകത തന്നെ കേട്ടോ. തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കലങ്ങളിങ്ങനെ വയ്ക്കുന്നു, കട്ടകളിങ്ങനെ പൊങ്കാലിടാനുള്ള പറക്കി വയ്ക്കുന്നു. അത് വാങ്ങാൻ ആൾക്കാർ വന്നിരിക്കുന്നു. എന്തൊരു ബഹളവും രസമാണെന്നറിയോ. സത്യം പറഞ്ഞാൽ അതിൽ പങ്കുചേരാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട്. ഞാനൊരു കോമഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ആദ്യം ട്രിവാൻഡ്രംകാർ പുതിയ വർഷത്തെ കലണ്ടർ കിട്ടുമ്പോൾ ആദ്യം നോക്കുന്നത് ആറ്റുകാൽ പൊങ്കാല എന്താണെന്നുള്ളത്. സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. അതൊരു പ്രത്യേക വൈബ് തന്നെ. ഇത് ചീമ പാനിപൂരി ഉണ്ടാക്കിയത് കേട്ടോ. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഒരിക്കൽ സ്മാർട്ട് ബസാറിൽ പോയപ്പോൾ ഈ പാനിപൂരിയുടെ പാക്കറ്റ് ഇരുന്നു, അങ്ങനെ വാങ്ങിച്ചു. അത് റാഗി പാനിപൂരിയുടെ മറ്റേ പൂരിയായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു. ബാക്കി സാധനങ്ങളെല്ലാം ചീമ റെഡിയാക്കി വെച്ചിരുന്നു. ഞാൻ പൂരി ഉണ്ടാക്കി, എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് പാനിപൂരി കഴിക്കുകയാണ്. റാഗി പൂരി ആയതുകൊണ്ട് അതെന്താവും അവസ്ഥയെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ നല്ല പൂരിയായിട്ട് വന്നു കേട്ടോ, കൊള്ളായിരുന്നു. പിന്നെ കടലയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പാനിപൂരിയൊക്കെ ഉണ്ടാക്കും. അത് ഇങ്ങനെ റെഡിമെയ്ഡ് പൂരിയല്ല, അല്ലാതെ പൂരി ഉണ്ടാക്കി തന്നെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ഭയങ്കര മടിയാട്ടോ പാനിപൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. നമുക്കൊരു ദിവസം എൻ്റെ വീഡിയോ എപ്പോഴെങ്കിലും ചെയ്യാം, ഉടനെ അല്ല എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ പാനിപൂരിയൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. ലേഖ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരിക്കാം. ശാസ്തമംഗലത്താണ് അവരുടെ ഹോസ്പിറ്റൽ. അതുപോലെ പൊങ്കാല ഇടാൻ വരുന്ന എല്ലാവർക്കും ആശംസകൾ. നമുക്കൂടെ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ വർഷവും ഞാൻ പൊങ്കാല ഇടാറുണ്ട്, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാറുമുണ്ട്. ഇപ്രാവശ്യം എനിക്ക് പൊങ്കാല ഇടാൻ പറ്റത്തില്ല, പൊങ്കാല ഇടുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചീമയുടെ ബേബിയെ, ഒരു കുഞ്ഞ് വാവയെ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിയെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ, പൊങ്കാല ഇടുന്നവരൊക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ.